ശരിക്കും ഞാൻ നന്നായി 10 വർഷം നന്നായി ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ കേട്ടിട്ടേ ഉള്ളൂ. ഇല്ല അങ്ങനെ കുക്ക് ചെയ്യോ? ശരിക്കും ചേച്ചി പറയണ്ട, അത് വേറൊരാള്. ഞാൻ നന്നായി ബിരിയാണി ഉണ്ടാക്കും. അല്ല, കുക്ക് ചെയ്യലേ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന എന്താണ്? ഏറ്റവും നന്നായി ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഏറ്റവും നല്ല ബിരിയാണി ഇനി ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി തരാം. ഏറ്റവും നല്ല ബിരിയാണി എന്റെ ബിരിയാണി. അത്ര കോൺഫിഡൻസ് നേരത്തെ പറഞ്ഞു. കേരളാസ് ബെസ്റ്റ് ബിരിയാണി, എന്റെ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണിയാണ്. അത് അവളും പറയാറുണ്ട്. സത്യമായിട്ടും ഇത് അന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു എന്റെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഞാൻ ഉണ്ടാക്കി. കേരളത്തിലെ ബെസ്റ്റ് ബിരിയാണി. പണിയെല്ലാം ഞാൻ ചെയ്തു, കുക്ക് ചെയ്തു. വേറൊരു കാര്യം അറിയണോ, സ്മിനി ചേച്ചി എങ്ങനെയാണെന്നറിയോ? ഞാൻ ചേച്ചി ആ കോട്ടയം സൈഡാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നല്ല ചുവന്ന മീൻകറിയും കപ്പയും അല്ലെങ്കിൽ ചക്കപ്പുഴുക്കും എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ചേച്ചി, നല്ല ഇതൊക്കെ. അപ്പൊ മോളെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കി തരാം, ഞാൻ എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. സ്മിനി ചേച്ചി വന്ന് 2 വർഷമായി. മോനുണ്ട്, അവനുണ്ട്. പിന്നെ വീട്ടിലല്ലേ അല്ലാതെ കഴിച്ചിട്ടുണ്ട്. ഇവര് എവിടെ തെലുങ്കിലൊക്കെ അഭിനയിക്കാൻ അവിടെ ഞാൻ കൊണ്ടുവരാൻ പറ്റുമോ? അമ്മയുടെ വേഷം വെക്കാ ഇടയ്ക്ക് വിളിക്കുമ്പോ ഞാൻ ചോദിക്കും, സ്മിനി ചേച്ചി എന്തിയേ എന്റെ ചക്കപ്പുഴുക്ക് കൊണ്ടുവരാം. അതെ, ചക്ക സീസൺ ഉണ്ടോ കേരളത്തിൽ? ചക്ക സീസണാണ്. ചക്ക ഉണ്ടാവാത്ത കാലത്ത് ഉണ്ടാക്കുന്നതിന് സീസൺ ഉണ്ടോ? ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. കപ്പ മതി. കപ്പയ്ക്ക് സീസൺ വേണ്ട, ഡേറ്റ് പറഞ്ഞു. 25-ാം തീയതി. ഇന്ന് 11-ാം തീയതി, 11 മണിക്ക് ഹൈദരാബാദ് പോവാം. ഞാൻ പുറകെ കപ്പ 25-ാം തീയതി മതി. 25-ാം തീയതി നമ്മുടെ ടീം വരുന്നത്. അന്ന് ഹൈദരാബാദ് പോരുത്. അന്ന് വേറെ ഡേറ്റ്. അപ്പോഴേക്കും തെലുങ്ക് പടം വിളിച്ചിട്ട് ചിലപ്പോ വന്നാൽ അവിടെ കൊണ്ടുവന്നുണ്ടാക്കാൻ പറഞ്ഞാലോ. ഞാൻ അന്നേരം 25-ാം തീയതി കേരളത്തിലുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെക്കാളൊക്കെ തിരക്കുള്ള ഇപ്പോൾ ഇറങ്ങിയ എല്ലാ പടത്തിലുണ്ട്. ഇതിനിടയിൽ എവിടെ പോയി കപ്പയിട്ടാറിയാമോ? ഈ ജോലി ചെയ്യുന്ന എന്തായാലും അടുക്കളയിലായിരിക്കുമല്ലോ റോള്, അവിടെ നിന്ന് തന്നെ കപ്പയിട്ടാക്കി. ഇപ്പോഴും ഈ തിരക്കിന്റെ ഇടയിലും എന്റെ വീട്ടില് മുളക് പൊടി മുളക് മേടിച്ച് കഴുകി വാരി ഉണക്കി പൊടിച്ചെടുക്കുന്നേ. കാപ്പിപ്പൊടിയെ പിന്നെ മസാലക്കൂട്ടെ എന്റെ വീട്ടിലെ നമുക്ക് എല്ലാ പഞ്ചസാര ഞാൻ ഉണ്ടാക്കി. ആരുടെ കരിമീൻ ഉണ്ടാക്കി തരണം. അതിനുള്ള സമയത്ത് അല്ല ആ ചേച്ചിയാണോ എല്ലാം വീട്ടിൽ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ സ്വിഗ്ഗിയില് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. സ്വിഗ്ഗിയിലെ ഫുഡ് ഓർഡർ ചെയ്യോടെ ചാക്കോച്ച? ഇല്ല, അവൻ എവിടെയും പോയാൽ തന്നെ 2 ദിവസം വരുമ്പോ ആദ്യമേ വിളിച്ചറിയാം, അമ്മ മീൻകറി ഉണ്ടാക്കി വെച്ചോളെ. 2 ദിവസം മുന്നേ പറയും, എന്നാലേ എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. അവൻ വരുമ്പോ വൈകിട്ടുണ്ടാക്കി വെക്കുള്ളൂ. പക്ഷെ ഇതിന് ഇനി മാറ്റമില്ല. 25-ാം തീയതി. അതെ, ചുവന്ന മീൻകറി. ഇത് കപ്പയുടെ സീസൺ, ചക്കയുടെ സീസൺ. കാറ്ററിംഗ് ഉണ്ടോ? ഡെയിലി എഴുതിക്കോന്ന് പറയാം. ചക്കയുടെ സീസൺ ആണെങ്കിൽ പച്ചച്ചക്ക പുഴുക്ക്, ബീഫ് റോസ്റ്റും തരും. കപ്പയും ഇവിടെ ഇല്ല. കപ്പയും ചുവന്ന മീൻകറി കേട്ടോ. കേരള ബെസ്റ്റ് ബിരിയാണി, വേൾഡ് ബെസ്റ്റ് കഴിക്കാൻ കൊടുത്തിരിക്കണം. ഇനി അത് കൊടുത്തില്ലെങ്കിൽ അന്ന് ഞങ്ങൾ ചേച്ചി വരുമോ? വർക്കും കൂടെ വിശ്വസിക്കാൻ വരും. കഴിച്ചിട്ട് പോസ്റ്റ് ഇടുന്നു, അതിന് വേറെ പൈസ വാങ്ങിക്കും. പേയ്മെന്റ് എല്ലാരും വിശ്വസിക്കണ്ടല്ലേ, എല്ലാവർക്കും ആളാമ്പത് ഇടാൻ പറ്റൂലോ. പൈസ വേറെ കേട്ടോ, നല്ല റീച്ചുള്ള പേജാ. ബിബിൻ ജോർജിന് ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവര് ഇടിയപ്പമേ കഴിക്കാറില്ലെന്ന് കേട്ടത്. അതിന് വീട്ടിൽ നിന്ന് അവരുടെ അമ്മ വിളിച്ചു, എങ്ങനെ മോളെ ഇത് ഉണ്ടാക്കുന്നത്? ഇടിയപ്പം ഉണ്ടാക്കാനോ? എന്റെ ഇത് എന്തൊരു ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഇടിയപ്പം ഉണ്ടാക്കണ എങ്ങനെയാ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവുമ്പോ ഇടിയപ്പം ചില ആൾക്കാർ നെയ്യും കൂടി ഇട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് മറ്റേ തടിയിലുള്ള ഇതില്ലേ നമ്മുടെ ഇടിയപ്പം എടുത്ത് കുഴക്കോ? അല്ലടാ, ഇടിയപ്പത്തിന് പൊടി കുഴച്ചിട്ട് നമ്മുടെ ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് എടുത്തിട്ട് ചപ്പാത്തി ഇട്ട് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് നമ്മുടെ തടിയുടെ തടിയുടെ അതിൽ ഈ സാധനം ചെറിയ നൂലിന്റെ ഹോളാണ്. അപ്പൊ ആ നൂലിന്റെ ഹോളിനകത്ത് ഇട്ടെടുത്ത് വരുമ്പോ കട്ടി കൂടുന്നതല്ലല്ലോ, കട്ടി കുറയുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും.
കണ്ട അതിന് എല്ലാത്തിനും ഉണ്ടോ അതിൻ്റെതായ കൈപുണ്യങ്ങള്. അതെ അറിയാൻ പറഞ്ഞിട്ടാ അത് പറഞ്ഞു കൊടുത്തപ്പോ അവിടെ ബിപിൻ ചേട്ടന്റെ അമ്മ നന്നായിട്ട് അത് പറഞ്ഞു. ബീവിനോട് സംശയം നമ്പറാണ് ഇപ്പൊ വിളിച്ചത്. വേണ്ട ആ മുത്തേ നീ എന്റെ കൂടെ നിൽക്കും, ഞാൻ പറയാം സത്യമായി ജെനുവിനാ. ഈ മനുഷ്യൻ റീച്ച് ഉണ്ടാക്കി ഓരോന്നും പറയും, കൂടരുത്. എന്നിട്ട് അവസാനം ഇനി വരുന്നത് ധ്യാനും സ്മിൻ ചേച്ചിയും തമ്മിൽ അടിയായി. നമ്പും കൊടുത്തു ഐഡിയ തന്നെയാ. മാറേണ്ട കാര്യമില്ല, ഇല്ല മാറേണ്ട. പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികം. നമ്മളിപ്പം ഈ ഇടയ്ക്ക് യാത്ര ചെയ്തപ്പോ ഓരോ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ പറയാറുണ്ട്, ഇതിലും നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കും, അതിന്റെ ഓരോ കറികൾ വെക്കുന്ന രീതി വരെ പറഞ്ഞു. കേട്ടറിവാണല്ലോ ഇതൊക്കെ. കേരളാസ് ബെസ്റ്റ് ബിരിയാണി പോലെ തന്നെ കേരള ഇത് രണ്ടുപേരും ശരിയാ. ഇവിടെയൊക്കെ ദിവ്യ കാത്തിരിക്കണം നിങ്ങളെ കൊടുക്കുന്നതിന് മടിയില്ല, ആരും അങ്ങോട്ടും കിട്ടണില്ലാത്ത. എന്റെ ബിരിയാണിനെ കുറിച്ച് എന്റെ ചേട്ടൻ തങ്കത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോ യൂട്യൂബ് ഒരു ചാനലില് പുള്ളി കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി എന്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ നടിയായ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അടക്കം വന്നിട്ടുണ്ട്. ഓക്കെ, എന്റെ ബിരിയാണി ശ്രീനിവാസൻ കൊറോണ കാലത്ത് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് രാവിലെ തൊട്ട് പട്ടിണി കിടന്നിട്ട് ഉച്ചക്ക് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബിരിയാണിയാണ് എന്റെ. ഇടിയപ്പം ഒന്നും അല്ല എന്റെ സാധനം. ഇടിയപ്പം അല്ല, ബിരിയാണി കുറച്ചുകൂടെ. ഏത് ബിരിയാണി അല്ലേ മോനെ ഇഷ്ടം. നാളെ ബിരിയാണി ഞാൻ ഉണ്ടാക്കും. അത് കപ്പയുടെ കേസിൽ ഒരു തീരുമാനമായിട്ട് ഇവിടുത്തെ ഒരു തീരുമാനമായിട്ട് അത് നമുക്ക് പിടിക്കാം. കപ്പ തന്നിട്ട് ബാക്കി. അപ്പൊ ബിരിയാണി ഏറ്റവും നന്നായിട്ട് വെക്കുന്ന കേരളത്തിലെ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി. ഓക്കെ, രണ്ടുപേരും അവസാനം ഒരു ഹോട്ടലിൽ വാങ്ങിച്ചു ഒരുപോലെ ഹൈദരാലി എന്നാ ചെയ്യുന്നത്? ഇതെന്താ ഫുഡ് ഉണ്ടാക്കും? അതല്ലേ ഇത് കഴിയുമ്പോ ഞാൻ വീഡിയോ കാണിക്കാം. ഞാൻ മോരുകറി ഉണ്ടാക്കും, ഓംപ്ലേറ്റ് ഉണ്ടാക്കും. ഓംലെറ്റ് ഉണ്ടാക്കും. നല്ലതാ, ഓംലെറ്റും മോര് കറി കഴിക്കാം. കുഴപ്പമില്ല. അല്ല എനിക്ക് പറഞ്ഞത് ധ്യാനെ പോലെ സമയമില്ല, ഇങ്ങനെ ഇന്റർവ്യൂ എടുത്ത് നടക്കണോണ്ട് ഞാനും സമയമില്ലാത്ത. ഞാൻ ഈ ബിരിയാണി എനിക്ക് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഡേറ്റ് പിടിക്കുന്നതാണ്, ഉറപ്പായിട്ടും ഒരു ഡേറ്റ് പിടിക്കുന്നതാണ് ഈ ബിരിയാണി. എനിക്ക് അടുത്ത ദിവസം ഞാൻ ഷൂട്ടിന് ജോയിൻ ചെയ്യും, മറ്റന്നാൾ. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. ആ തിരിച്ചു വന്നിട്ട് ക്രിസ്മസിന്റെ സമയത്ത് എല്ലാവരും ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ ബിരിയാണി വെക്കുന്നു, ആ ബിരിയാണി നമ്മൾ പോയി ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ രണ്ടുപേരുടെ കാര്യങ്ങളെല്ലാം അല്ല അങ്ങനെയാണ് എനിക്ക് വേണ്ട ഈ ബിരിയാണി. ബിരിയാണി ഇടിയപ്പം അല്ല, ധ്യാൻ ബിരിയാണി കൊണ്ടുവരുമ്പോ ഇവിടെ കൊണ്ടുവരില്ല, അവിടുന്ന് ഉണ്ടാക്കണം. ഞാൻ സെറ്റപ്പ് ഉണ്ടാക്കും. ഞാൻ വരുമ്പോ എന്റെ ഇടിയപ്പം വീഴുന്ന പാത്രം മാത്രം കൊണ്ടുവന്ന ഒരു കുഴപ്പമില്ല. അത് ഞങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കാം, അതിനകത്ത് എന്താ വെച്ചേക്കണം. ഒന്നുമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.